നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു സ്റ്റീരിയോ ആംപ്ലിഫയറിനെ 2.1 ആംപ്ലിഫയറായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുകയാണ്. ആക്ച്വലി ഈ ഒരു ആംപ്ലിഫയർ ചെയ്ത സമയത്ത് നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു, നമുക്കും കസ്റ്റമറിനും പ്ലാൻ ഉണ്ടായിരുന്നു. ഇത് ഭാവിയിൽ എപ്പോഴെങ്കിലും സബിൻ്റെ ബോർഡോടെ ആഡ് ചെയ്ത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയർ ആക്കി മാറ്റുന്നത്. നിലവിൽ ഈ ഒരു ആംപ്ലിഫയറിന് കുഴപ്പമൊന്നുമില്ല, നല്ല വർക്കിംഗ് കണ്ടീഷൻ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ SDODസിൻ്റെ ഒരു സ്റ്റീരിയോ ബോർഡ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു മോണോ ബോർഡ് ഒഴിവാക്കി ഒരു 2.1 ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിലുപയോഗിക്കുന്ന സബ് ഫിൽറ്റർ ബോർഡാണിത്. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുള്ളതാണ്. അപ്പം ഇത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർ യൂസ് ചെയ്യുന്ന 3-വേ ബോക്സിന് ഇത്രയും പവർ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഒരു 100+100 വാട്ട്സ് സൈഡ് ചാനലിലും ഒരു 12 ഇഞ്ച് ഇൻഫിനിറ്റിയുടെ സബ് ഊഫർ, ഒരു 250-300 വാട്ട്സ് വരുന്ന സബ് ഊഫർ വർക്ക് ചെയ്യിക്കുക എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു ആംപ്ലിഫയർ ചെയ്തെടുക്കുക. അപ്പം ഇതിൽ ഏകദേശം മേക്കിംഗ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ബോർഡുകൾ എന്ന് പറയുന്നതും നമുക്ക് ഇൻറ്റീരിയർ സൈഡ് നോക്കുകയാണെങ്കിൽ SDODസിൻ്റെ 4 ട്രാൻസിസ്റ്റർ ബ്രിഡ്ജ് മോണോ ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 2 എണ്ണം, ഒരു മോണോ ബോർഡ് ഒരു ചാനലിലും മറ്റൊരു മോണോ ബോർഡ് ഒരു ചാനലും എന്നുള്ള രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു മോണോ ബോർഡ് നമ്മൾ ഒഴിവാക്കിയിട്ട് ഈ കാണുന്ന സ്റ്റീരിയോ ബോർഡ് അതിലേക്ക് ആഡ് ചെയ്യും. ഒരു മോണോ ബോർഡ് അതിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ട് അത് സബിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2.1 റിമോട്ട് കിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് G-Starൻ്റെ. അതിൽ നിന്നുള്ള സബ് ഔട്ട്പുട്ട് SDODസിന് തന്നെ സബ് ഫിൽറ്റർ വഴി കയറ്റിയാണ് സബിന് സെഷനിലേക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സബ് ഫിൽറ്റർ ബോർഡിൽ കൺട്രോൾ സോൾഡർ ചെയ്തിട്ട് നമ്മുടെ പാനലിൽ തന്നെ പിടിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വർക്കിംഗ് കിട്ടും, കാരണം ബ്രിഡ്ജ് ബോർഡ് ആയതുകൊണ്ട് തന്നെ നല്ല വർക്കിംഗ് കിട്ടാൻ ചാൻസ് ഉണ്ട്. 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ് നമ്മൾ അന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ആ ഒരു ഇഷ്യൂ വരുന്നില്ല. ബാക്കിൽ ബനാന സോക്കറ്റ് ആഡ് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഉപയോഗിച്ച ബോർഡുകളെല്ലാം SDODസിൻ്റെ ആയതുകൊണ്ട് തന്നെ ഏകദേശം മെഷർമെൻ്റ് കറക്റ്റാണ്. നമുക്ക് ജസ്റ്റ് ആ ഒരു ബോർഡ് ഊരി ഇതിലേക്ക് സെറ്റ് ചെയ്താൽ മാത്രം മതി. കരോക്കെ ഓൺ ഓഫ് എന്നുള്ളൊരു ഓപ്ഷന് വേണ്ടിയിട്ടൊരു ഹോള് ഞാൻ അന്ന് പാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ടായിരിക്കും നമ്മുടെ സബിൻ്റെ കൺട്രോൾ ഇതേ രീതിയിലായിരിക്കും സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൽ നിന്ന് ആംപ്ലിഫയറിൻ്റെ ബോർഡ് നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം. ടൈയൊക്കെ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഒരു മോണോ ബോർഡ് ഒഴിവാക്കിയിട്ട് അതിലേക്ക് സ്റ്റീരിയോ ബോർഡ് ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ആ ഒരു ഹോൾ, അതായത് ഹീറ്റ് സിങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹോളൊക്കെ കറക്റ്റാണെന്നുള്ളത് കൺഫേം ആക്കണം. വയറുകളൊക്കെ നമുക്ക് ഡീസോൾഡർ ചെയ്യാം. അപ്പം ഇതിന് സെയിം പവർ സപ്ലൈ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. 27-027 12 ആംപിയറിൽ ടൊറോയ്ഡ് ട്രാൻസ്ഫോമറാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സ്പീക്കർ ഔട്ട്പുട്ടിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഓഡിയോ ഇൻപുട്ട് ഒരു മോണോ ബോർഡിലേക്ക് ഒരു ചാനലും അടുത്ത മോണോ ബോർഡിലേക്ക് ഒരു ചാനലും എന്നുള്ള രീതിയിലാണ് കൊടുത്തിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബോർഡ് ഇതിൽ നിന്നും അഴിക്കാം. അപ്പോൾ സൈഡ് ചാനലുകളുടെ ഓഡിയോ ഇൻപുട്ട് ഡയറക്റ്റ് നമ്മുടെ സ്റ്റീരിയോ ബോർഡിലേക്കും, സബിൻ്റെ ഓഡിയോ ഇൻപുട്ട് നമ്മുടെ സബ് ഫിൽറ്റർ വഴി വരുന്ന ആ ഒരു ഓഡിയോ ഇൻപുട്ട് ഒരു മോണോ ബോർഡിലേക്കും കൊടുക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുക. എന്നാലും നമുക്കിനി വയറൊക്കെ ഡീസോൾഡർ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ബോർഡ് ഇളക്കി എടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പുതിയ ബോർഡ് എന്ന് പറയുന്നത്, സ്റ്റീരിയോ ബോർഡ് 52001943 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ബോർഡാണ്. അപ്പോൾ ആ ഹോള് കറക്റ്റ് ആവാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ട്രാൻസിസ്റ്റർ ഒന്ന് സോൾഡറിങ് ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ചരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഒരു ഹീറ്റ് സിങ്കിലേക്ക് സെറ്റ് ചെയ്തുള്ളൂ. ഈ ഒരു ഹീറ്റ് സിങ്ക് തന്നെ ധാരാളമാണ്, അത്യാവശ്യം ഹെവി ആയിട്ടുള്ള നല്ല ബൾക്കി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്കാണ് അന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ക് ആയതുകൊണ്ട് ആ ഒരു ഇഷ്യൂ വരുന്നില്ല. ഇനി നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് ഹീറ്റ് കോമ്പൗണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ വീണ്ടും അസംബ്ലി ചെയ്യുന്നത് കസ്റ്റമറിൻ്റെ വീട്ടിൽ ഇരുന്നാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്ന സമയത്ത് കൊറിയർ വഴി ആംപ്ലിഫയർ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നതിനെക്കാട്ടി ബെറ്റർ ഞാൻ വന്ന് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പുള്ളിയുടെ വീട്ടിലിരുന്നാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ റീവർക്ക് എടുക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഹീറ്റ് കോമ്പൗണ്ട് അധികം വാരി പൂശാതെ കറക്റ്റായിട്ട് എല്ലായിടത്തും ട്രാൻസിസ്റ്ററിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് തേക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സിലിക്കൺ പാഡ് നമ്മുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ബോർഡിനകത്തുള്ള സിലിക്കൺ പാഡ് നമുക്ക് ഇതിലേക്ക് വെക്കാം. അത് വെക്കാൻ മറക്കരുത്, കാരണം കണ്ടക്ടിവിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് സിലിക്കൺ പാഡ് വെച്ചിട്ട് അവിടെ നമ്മൾ ഹീറ്റ് കോമ്പൗണ്ട് തേച്ച് ഓവറാക്കാതെ കറക്റ്റായിട്ട് തേച്ച് നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഹോളൊക്കെ കറക്റ്റാണ്. പിന്നെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ട്രാൻസിസ്റ്ററും കറക്റ്റായിട്ട് ഹീറ്റ് സിങ്കിൽ മുട്ടി എന്നുള്ളത് കൺഫേം ആക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ആ ഹീറ്റ് ട്രാൻസ്ഫർ ആവാതെ ട്രാൻസിസ്റ്റർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിപ്പോകും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വയറിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്, പവർ സപ്ലൈ കൊടുത്തു, ഓഡിയോ ഇൻപുട്ട് കൊടുത്തു, സ്പീക്കർ ഔട്ട്പുട്ട് എടുത്തു, സ്പീക്കർ സോക്കറ്റ് വഴി കൊടുത്തു. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കായിരുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സബ് ഫിൽറ്റർ ബോർഡ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കൺട്രോൾ ഇതിലേക്ക് സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്, വോളിയം കൺട്രോൾ. അതുപോലെ തന്നെ അതിൻ്റെ ഓഡിയോ ഇൻപുട്ട്, ഔട്ട്പുട്ട്, പവർ സപ്ലൈ എല്ലാം നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. പവർ സപ്ലൈ സിമ്പിളാണ്, കാരണം നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ടോൺ കൺട്രോൾ ബോർഡിന് ആവശ്യമായിട്ടുള്ള പവർ സപ്ലൈ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിലേക്ക് സബിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും സ്പീക്കർ ഔട്ട്പുട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്.
സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കി, ബോർഡെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം 2 ചാനലും വർക്ക് ചെയ്യുന്നുണ്ട്, ഹീറ്റിംഗ് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെന്നുള്ളത് കൺഫേം ആക്കി നോക്കി. സബിൻ്റെ സെക്ഷനും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റീരിയോ സെക്ഷനിലും അപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിലായിട്ട് ബനാന സോക്കറ്റ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ സബിന് വേണ്ടി സെപ്പറേറ്റ് ബനാന സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ SDODസിന് തന്നെ 3-വേ ടോൺ ബോർഡിന് ആവശ്യമായിട്ടുള്ള +15 -15 ഗ്രൗണ്ട് എന്നുള്ള രീതിയിലുള്ള പവർ സപ്ലൈനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വയറിംഗ് ഒക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സബ് ടെസ്റ്റ് ചെയ്ത് നോക്കി. സബ് നമ്മൾ ഇൻഫിനിറ്റിയുടെ 12 ഇഞ്ച് ആണ് സബ് ഓഫറാണ് യൂസ് ചെയ്യുന്നത്, 300 വാട്ട്സാണ് വരുന്നത്. കസ്റ്റമർ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ബനാന സോക്കറ്റ് വേണമെന്ന് പറഞ്ഞ പോലെ തന്നെ പ്ലഗും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ബോർഡ് ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, വയറിംഗ് എല്ലാം വീണ്ടും ടാഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സബ് ഫിൽറ്റർ ബോർഡിൽ എക്സ്ബേസ് എന്നുള്ളൊരു ഓപ്ഷൻ, ബേസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്ബേസിൻ്റെ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് സോൾഡർ ചെയ്ത് ജോയിൻ്റ് ആക്കിയിട്ടു. നല്ല ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഗെയിനും അത്യാവശ്യം ട്യൂൺ ചെയ്ത് നമുക്ക് നമ്മുടെ സബിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്.